ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ജാനുവരി 21 നമ്മുടെ തോമുട്ടൻ്റെ ബർത്ത്ഡേ ഡേ കഴിയണു. ഇന്നായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇന്നലെ വിഷ് ചെയ്ത എല്ലാവർക്കും മോൻ്റെ പേരിൽ താങ്ക്സ് കേട്ടോ. കണ്ടമാനം പേര് വീഡിയോസും പിന്നെ മെസ്സേജുകൾ വഴിയും കണ്ടമാനം മെസ്സേജുകൾ എനിക്ക് വന്നിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, കുറേ പേരോട് ഞാൻ താങ്ക്സ് പറഞ്ഞു. ഇനി ആരോടെങ്കിലും ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവഴി പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ നേരം വെളുത്തു പതിവുപടി. ഇന്നലെ കുറേ ലേറ്റായിട്ടാണ് ഞാൻ കിടന്നേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ തോമുവിന് സർപ്രൈസായിട്ട് കൊടുക്കാൻ വെച്ചിട്ടുള്ളതാണ്, ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം മോന് എണീറ്റ് വരുന്നിട്ട് അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മളുടെ ഡിവൈൻ്റെ വീഡിയോയിൽ വിശദമായിട്ട് ബർത്ത്ഡേയുടെ ഫങ്ഷനൊന്നുമില്ല, ബർത്ത്ഡേ വിശേഷങ്ങൾ മൊത്തം ഡിവൈൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി എണീറ്റ് വരുന്നതിന് മുമ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു ബാനർ വെച്ചു, രണ്ട് ബലൂൺ വീർപ്പിച്ചു, പിന്നെ കേക്ക്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ എണീറ്റ് വന്നു. ആ വന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് എണീറ്റ് വന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുമായിരുന്നു, കാരണം കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എടുക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ റോസമ്മായി വിളിച്ചു, ഡിംപിൾ വിളിച്ചു. അപ്പോൾ പൊന്നു വിളിക്കുമ്പോൾ ഡോൺ കുളിക്കായിരുന്നു. അപ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് വിളിച്ചത് കേട്ടോ. ഇതിപ്പോൾ റോസയാണ് വിളിക്കുന്നത്. അപ്പോൾ ചേട്ടനും അനിയനും കൂടിയിട്ട് സൈക്കിളുമ്മ ഇരിക്കുകയാണ്. അപ്പോൾ ബർത്ത്ഡേ ഡ്രസ്സ് ഇതൊന്നുമല്ല കേട്ടോ, അത് വേറെയാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, രാവിലെ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 മണി വരെ ഇതിൻ്റെ പിന്നാലെയായിരുന്നു ഞങ്ങൾ. തോമു എണീക്കാൻ കാത്തുകയും അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ഒക്കെ. അപ്പോൾ അങ്ങനെ രാവിലെ ഇന്നും ഡാഡി പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരിക ചെയ്തത്. എന്തായാലും പട്ടികൾക്കുള്ള ഭക്ഷണം ഇറച്ചി വാങ്ങിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അതോട് കൂടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റായിട്ട് കഴിച്ചാൽ മതി. കാരണം ഉച്ചയ്ക്ക് ഇത്തിരി നേരത്തെ നമ്മൾ ഡിന്നർ പുറത്തുനിന്ന് പിന്നെ മരിച്ചവിടത്തേക്ക് പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എണീക്കാനും ഞാൻ കുറേ ലേറ്റായി. എനിക്ക് ഇന്നലെ കിടക്കാൻ വൈകിയപ്പോൾ എണീക്കാനും കുറച്ച് ലേറ്റായിട്ടോ. ഇതിപ്പോൾ ഞാൻ തോമൂന് വാങ്ങിയ കാറാണ്. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ചാക്കോച്ചനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓച്ചു വാങ്ങിക്കൊടുത്തതാണ് ഈ സ്ലേറ്റ്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാണ് അപ്പാപ്പൻ മോന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് മൂന്നുമാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത്. അതായത് അപ്പയുടെ അമ്മയുടെയും വക സൈക്കിൾ വാങ്ങി. നെസ്റ്റോ എന്നാണ് വാങ്ങിയത്. അവർ ഇന്നലെ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നെസ്റ്റോ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയി, സർപ്രൈസാണ്. നെസ്റ്റോന്ന് സൈക്കിൾ വാങ്ങി. പിന്നെ ബോർഡും വണ്ടിയും നമ്മൾ കേരള ടോയ്സില്ലേ, നമ്മുടെ ഹൈ റോട്ടിലുള്ളത്, അവിടെ നിന്നാണ് വാങ്ങിയത്. കാരണം ഭയങ്കര വ്യത്യാസമാണ്. അവിടെ ചെല്ലുമ്പോഴാണ് കാണുക, പെരുന്നാൾ സീസണാണല്ലോ, നിറച്ച ആൾക്കാരാണ് ഈ പെരുന്നാൾക്ക് മറ്റേ സ്റ്റോളിടാൻ വേണ്ടിയിട്ട്. അവിടെ തന്നെ എല്ലാവരും കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഏകദേശം വിലയുടെ വ്യത്യാസം അറിയാമല്ലോ, ഹോൾസെയിലല്ലേ. അപ്പോൾ അങ്ങനെ തോമു എന്താ ചെയ്യേണ്ടതെന്ന് പിടുത്തല്ലാണ്ട് ആകെ എക്സൈറ്റഡാണ്. അപ്പോൾ കുറച്ച് നേരം എന്നോട് തള്ളാൻ പറഞ്ഞു, ഞാൻ തള്ളിക്കൊടുത്തു. പിന്നെ ബോർഡ് കുറച്ച് നേരം ഇരുന്ന് വരച്ചു, കാറിലിരുന്നു. ആകെ കൂടെ ഒരു ബഹളമായിരുന്നു. അപ്പോൾ അവൻ മറ്റേ പൊക്ലിൻ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റേ പൊക്ലിൻ അല്ലല്ലോ, എന്നിട്ട് മറ്റേ സാധനത്തിന് JCB അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നെസ്റ്റോയിലുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനാണ് ശരിക്കും പോയത്. പക്ഷെ അവിടെ ചെയ്തപ്പോൾ അത് സ്റ്റോക്ക് ഇല്ലാണ്ട് ഇതാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ എനിക്കും ഡിവൈനും ഇഷ്ടമുണ്ടായിരുന്നില്ല JCB വാങ്ങിക്കാനായിട്ട്. അപ്പോൾ സൈക്കിൾ ഒരെണ്ണുണ്ടായിരുന്നു, അതിൻ്റെ സീറ്റ് വിട്ട് കിടക്കുകയാണ്. പിന്നെ ഡോൺ വിചാരിച്ച് ഇത് ഇത്തിരി കൂടി വലുതാകുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വട ഞാൻ പറഞ്ഞില്ലേ, ഈ 2 വടയും അതിൻ്റെ ചമ്മന്തിയും ചട്നിയും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. ഇവിടെ സൈറാസ് ഇക്കാട് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക. എല്ലാതും നല്ല ടേസ്റ്റായിട്ട് നല്ല ഹോംലി ഫുഡ് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ ഇവിടെ കിടക്കുകയാണ്. ചേട്ടൻ അനിയനും ഒരുത്തിൽ, അപ്പാപ്പ ഒരുത്തിൽ. അപ്പോൾ ഇന്ന് പകൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഞാനും ഡോണും ഡാഡിയും കൂടിയിട്ട് ബെച്ചതയിലേക്ക് പോയി. അതായത് പണ്ട് പറയണ പോലെ ബെച്ചത എന്ന് പറയണതാണ് കേട്ടോ. ത്രേസ്യ ആൻറ്റീൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ പോണതിന് മുമ്പുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഈ ഫോട്ടോസും കാര്യങ്ങളും എടുത്തത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവനെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ ബർത്ത്ഡേ ഡ്രസ്സ് അവനാകെ നാശാക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ 2 മണിക്കാണ് ശവസംസ്കാരം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏകദേശം ആ സമയമാകുമ്പോൾ പോയി കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ വിചാരിച്ചു അങ്ങനെ വേണ്ട, നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ
മൊത്തത്തിൽ ഇന്ന് സംഭവം ബർത്ത്ഡേ ആണെങ്കിൽ പോലും ഡിവൈനിന് ശരിക്കും ആൻറ്റീനെ അറിയില്ല. എനിക്കും ഡാഡിക്കും ഡോണിനും നല്ലോണം അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വീട്ടിൽ ആദ്യത്തെ ഒരു പ്രശ്നം വന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ പകച്ച് നിൽക്കുക. ഒരു കയ്യിലൊരു കടലാസും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പിടുത്തമില്ലാണ്ട് നിൽക്കുമ്പോൾ ഈ ആൻറ്റി എങ്ങനെയോ അതറിഞ്ഞു. ആൻറ്റിയുടെ അഡ്വക്കേറ്റ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞിട്ട് ആൻറ്റി ആദ്യം ആ അഡ്വക്കേറ്റിനെ ഇങ്ങോട്ട് വിടുക വിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും, ഏത് വഴിക്ക് പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നതൊക്കെ ആൻറ്റിയാണ്. അപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോഴും അവിടെ പറയുമായിരുന്നു, അവർക്ക് എപ്പോഴും ഡിംപിളിനെ കുറിച്ച് പറയുമായിരുന്നു, നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് പറയുമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. അപ്പോൾ ആൻറ്റിയുടെ 50ഉം ഡിംപിളുടെ 18ഉം കൂടി ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ പൊന്നാടയൊക്കെ ഇട്ട് ഒരു പുത്തൂർ അവർ ഒരു സ്വീകരണം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പ് തനിച്ച് സീരിയൽ ചെയ്യുമ്പോൾ തൊട്ടുള്ള ബന്ധമാണ്. കാരണം ആൻറ്റിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ സ്ഥാപനങ്ങളുണ്ട്, ഓട്ടിസത്തിൻ്റെയും ഇതിൻ്റെയും കുറേ ഉണ്ട്. എനിക്ക് പറഞ്ഞാൽ അത് മുഴുവനാവില്ല. അപ്പോൾ ഇതാണ് ആൻറ്റിയുടെ ബെച്ചതയിലേക്കുള്ള വീട് വഴി. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ആൻറ്റിയുടെ അനിയത്തിയോട് പറഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തതാണ് ഡിംപിളിനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലെപ്പോഴും, കാരണം 62 വയസ്സാണ് ആൻറ്റിയെ സംബന്ധിച്ച്, ഇനിയും കുറേ കാര്യങ്ങൾ കുറേ പേർക്ക് ചെയ്യാനുണ്ട്, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്രയും ഒരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ അസുഖമുള്ളവർക്കും എനിക്കറിയില്ല എങ്ങനെ പറയാമെന്നുള്ളത്, അതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ അറിവിൽ തന്നെ കണ്ടമാനം പേര് കഷ്ടപ്പെടുന്നവരെ അവിടേക്ക് വിട്ടിട്ട് എത്രയോ കാശ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ 62 അല്ല, കുറേ കാലം ഒരു 85 വയസ്സ് വരെ ഇരുന്നാലും അത്രയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് എൻ്റെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇതാരോ വിഷയം ഇതെൻ്റെ ഫോട്ടോ വന്ന് കയറിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ പിച്ച വെച്ച് നടക്കണുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഏത് റിമൂവ് ചെയ്യണം ഏത് ഇടണം അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ചിലതിങ്ങനെ വന്ന് കയറും. പിന്നെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ആയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഡിവൈൻ ഡ്രസ്സ് മാറി വന്നു. അതോടുകൂടി ഇതാണ് നമ്മുടെ തോമുട്ടൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഡിവൈൻ്റെയിൽ വിശദമായിട്ട് ഉണ്ടാവും. അങ്ങനെ നല്ല സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ മൂപ്പര് ഡ്രസ്സ് മാറാൻ സമ്മതിക്കാറില്ല, കേക്ക് കട്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. ഭയങ്കര ബഹളാവാറ പതിവ്. പക്ഷേ ഇന്ന് എന്തോ ഇതാണ് നമ്മുടെ ചാക്കോച്ചന് ബർത്ത്ഡേ ഡ്രസ്സ് ഇട്ടാ, ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് അനിയനെടുത്ത ഡ്രസ്സ് ഇതാണ്. അപ്പോൾ ഇന്ന് എന്തോ പതിവില്ലാണ്ട് മൂപ്പര് മിടുക്കനായിട്ട് നിന്ന് കേക്ക് കട്ട് ചെയ്തു. അമ്മാമ്മേ കേക്ക് തായോ എന്ന് പറഞ്ഞിട്ട് കേക്ക് വാങ്ങി കഴിച്ചു. അത്ഭുതങ്ങളിലൊന്നാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ചാക്കോച്ചൻ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഇങ്ങനെ ചിരിക്കുക എന്നുള്ളത് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ പോയ കാര്യം നല്ല കോമഡി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം സെലക്സ് മോളിൽ പോയി ഭയങ്കര കാര്യമായിട്ട്. അപ്പോൾ ഡിവൈൻ ഇല്ലാത്ത സമയത്ത് ഞങ്ങളൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു ഡിംപിളുടെ കൂടെ. അപ്പോൾ ആ ഒരു ഇതിനാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവിടെ കയറിയപ്പോഴാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നമ്മുടെ സെലക്സ് മോളിലെ സോഫ്റ്റ് ടോയിൻ്റെ പാർക്കാന്ന് കണ്ടത്. അവിടെ നിന്ന് അവൻ പിടിച്ചു കരച്ചിൽ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ദയയുടെ ഓപ്പോസിറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അക്കിയുടെ വീട്ടിലേക്ക് പോയി. അക്കിയുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് അവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങളവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞതും എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത പെങ്ങളുടെ എടക്കുളത്തിൻ്റെ എന്ന് പറയും മോള് ലൈസയും തോമസും ബാംഗ്ലൂരാണ് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വർത്താനം ആ ഒരു തിക്കും തിരക്കിൽ ഒരു ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ പൂരം ആനേനെയൊക്കെ കണ്ട് ടോമുന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡിവൈനും ഡോണിനും ഒരു പെരുന്നാൾക്ക് പോകണം. അതായത് ഇവർ 5 ഫ്രണ്ട്സാണല്ലോ. അതിൽ ഒരാളുണ്ട് ജിജോ റോസ്മിയും 2 ആൺമക്കളുമാണ്. തെങ്ങാലൂരാണ് വീട്. അപ്പോൾ അവിടേക്ക് പെരുന്നാൾക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വൈകാണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിൽ പോന്നിട്ട് ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ പാച്ചു എന്നാണ് വരണേ വയൽ കേട്ടോ. അപ്പം ഇവിടെ ചാക്കോച്ചൻ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു.
ചാക്കോച്ചനെ ഡ്രസ്സ് മാറാനായിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി. ആ സമയം കൊണ്ട് ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറി സെറ്റിയുമ്പോൾ കിടന്നതാണ്. ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞേ ഇല്ല, ഇവർ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ സമയം 8 മണിയാണ് രാത്രി. അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇപ്പം കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരം വെളുക്കുമ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് കണ്ണ് തുറന്നിട്ട് സമയം നോക്കുമ്പോഴാണ് ഇത്ര വൈകുന്നത് കാണുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയും, ഇന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ ഡിവൈൻ പറഞ്ഞു, മമ്മി ഞങ്ങൾ പോകുമ്പോൾ മമ്മി നല്ല ഉറക്കം, അതുകൊണ്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളങ്ങനെ ചെയ്യായിക്കോ, കാരണം എന്നെ ഒന്ന് തട്ടി വിളിച്ചിട്ട് ഞാൻ ഉണർന്നതിന് ശേഷം നിങ്ങൾ പൊക്കോ. എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഇന്ന് ആൻറ്റിയും അതെ ഒക്കെ ഈ ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളായിട്ടാണ് ഉണ്ടാവണം. അപ്പം ഞാൻ ഉറങ്ങാണെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞ് വരുമ്പോൾ മരിച്ചിട്ട് 2 മണിക്കൂറായി എന്ന് പറയിപ്പിക്കുക ആയിക്കോട്ടെ. അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞു ഇവരോട്. അപ്പം അങ്ങനെ പിന്നെ ഞാനും ഡാഡിയും ഞാൻ എണീറ്റതിന് ശേഷം പിന്നെ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചനെ കൊണ്ട് വലിയ ശല്യമില്ലാത്ത കാരണം അവൻ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പം ഞാനും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡാഡി ആ സെറ്റിയുമ്പോൾ അവിടെ ഇരുന്നു, ഞാൻ സെറ്റിയുമ്പോൾ കിടന്നുറങ്ങി. അങ്ങനെ ഞാൻ തട്ടിപ്പടഞ്ഞ് എണീറ്റ് നോക്കിയപ്പോൾ കാര്യമായിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഡാഡിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു 2 ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മുടെ മിൻറ്റ് ഇന്ന് ശരിക്കും എനിക്ക് വെയിലത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണങ്ങിയത് ഈ പരിവായിൻ്റെ. അപ്പം നാളെയും കൂടി ഞാൻ വെയിലത്ത് വെച്ചിട്ട് കൈ കൊണ്ട് ഇതിങ്ങനെ ഒന്ന് പൊടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല പൊടിയാവും. അപ്പോൾ ഈ കസൂരി മേത്തി എടുത്ത് വെക്കണ പോലെ തന്നെ ഇതൊരു ബോക്സിൽ ഒരു ബോട്ടിൽ കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പുതിനയോ മല്ലിയോ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി നാളെ രാവിലേക്കുള്ള കട്ടനിലേക്കുള്ള ഫിൽറ്റർ കോഫി റെഡിയാക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു പണികൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഡിവൈൻ വരണതിന് മുമ്പ് ഞാൻ വിചാരിച്ചു വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. പെരുന്നാൾക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ, നല്ലോണം വൈകും. എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് എന്തായാലും വൈകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഡിവൈൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലാസ്കിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. എനിക്ക് പറ്റാവുന്ന പോലെയുള്ള കാര്യങ്ങൾ കുഞ്ഞു പണികളാണല്ലോ അതൊക്കെ ചെയ്ത്, കാരണം എൻ്റെ ഉറക്കം ഒന്ന് വിട്ട് പോകണമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. ഇത് വല്ലാത്തൊരു അസ്വസ്ഥത, എനിക്ക് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നമ്മുടെ കേക്ക്, സൂപ്പർ കേക്കായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അരുണാട്ടരേന്ന് ഒരു മോളാണ് കൊണ്ടുവന്നത്. അതും ഈ പറഞ്ഞ പോലെ ഡിവൈൻ പറയും കേട്ടോ വിശദമായിട്ട്. സൂപ്പർ കേക്കായിരുന്നു, വെറുതെ പത്രാസ് പറയണതല്ല, നല്ല കേക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ക്രീമിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ, നല്ല സോഫ്റ്റായിട്ടുള്ള സംഭവം. എനിക്ക് വേറെ എന്താ അതിന് പറയാമെന്നറിയില്ല. ഡിമ്പിളും ഡിവൈനൊക്കെ അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും, അതിൻ്റെ ഇന്ന പോലെ എന്നൊക്കെ. എനിക്ക് അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കാറ് തോമുൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഫുൾ കളർ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുള്ളൊരു കേക്ക്. അപ്പോൾ ആ മോള് വന്നിരുന്ന് കുറേ നേരം സംസാരിച്ച് വന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഏതോ ഒരു കുട്ടി ഒരു ബന്ധു വന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ പാക്കിങ്, നല്ല പാക്കിങ്. നമുക്ക് ഒരിക്കലും അവിടെ ഇവിടെ മുട്ടില്ലാത്ത രീതിയിൽ അവർ തന്നെ കൊണ്ടു തരിക ചെയ്തത്. അപ്പോൾ പലതരം നല്ല കേക്കുകൾ ഇൻസ്റ്റാ പേജിൽ എനിക്ക് കാണിച്ചു തന്നിട്ട് ഡിവൈൻ, നല്ല രസമുള്ള സാധനങ്ങൾ. അപ്പോൾ അരുണാട്ടിലാണ് അവരുടെ വീട്. അപ്പോൾ ഓർഡർ ചെയ്യാനും കൊണ്ടുവരാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പറയാം കേട്ടോ. നല്ലതല്ലേ ആൻറ്റി പ്രൊമോട്ട് ചെയ്യാറുള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. രാത്രി ഇതേ കൂടടച്ച് അവരെ കയറ്റായിരിക്കുമ്പോഴാണ് കിയയ്ക്കൊരു കൊഞ്ചലാക്കി. ഞാനൊന്ന് ഇടയ്ക്കൊന്ന് തലോടിയില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൂടിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ടാപ്പും ഓസും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചൂലും കോരിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ പണിയൊക്കെ കയറുമ്പോൾ അവിടെ നിന്ന് ആ ടാപ്പ് തുറന്ന് ആ പാത്രത്തിലേക്ക് ആ ഓസ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അവിടെ നിറയും. ഒന്ന് ഇടയ്ക്കൊന്ന് ആ പാത്രം എടുത്തൊന്ന് ഞാൻ കഴുകും, അവിടെ തന്നെ കഴുകി വയ്ക്കും. ആ കൂട് കഴുകണ ദിവസം പാത്രവും കഴുകി വയ്ക്കും. എന്നിട്ട് ആ ഓസ് എടുത്തിട്ട് ആ കൂടിൻ്റെ ഉള്ളിലേക്ക് എത്താവുന്ന ഓസാണത്, അതൊന്ന് കഴുകും. അപ്പോൾ അവിടെയും പണി എളുപ്പമാണ്, നമുക്കായാലും വരണവർക്കായാലും ആർക്കായാലും. അപ്പോൾ ഇവിടെ ചൂലും കോരി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവിടെ നിന്ന് നീങ്ങി ഒന്നും എടുക്കണ്ട. അങ്ങനെ ഞാൻ അവരെ 3 പേരെയും അവിടെ ആക്കി കൂടൊക്കെ അടച്ച് ഇന്ന് നേരത്തോടെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് കേട്ടോ. എന്നാലും ഞാൻ 2-3 കാലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് രാത്രി അവിടെ നിന്ന് തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ മണി പ്ലാന്റൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കൂടൊക്കെ അടച്ച് അകത്തേക്ക് കയറിയപ്പോഴാണ് ഡാഡി പറഞ്ഞ് എനിക്കൊരു കട്ടൻ മതി, ദോശ വേണം എന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി വേണ്ട, കാരണം ഉച്ചയിലത്തെ കാര്യം ഇത്തിരി ഹെവി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം റോസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഗ്ലാസ്സിലാക്കിയ നേരത്താണ് ഡോണും ഡിവൈനും തോമും കൂടി മടങ്ങി എത്തിയത് കേട്ടോ. അപ്പോൾ അവർ കയറുമ്പോഴേ പറഞ്ഞു ഹായ് നല്ല മണം വരുന്നുണ്ടല്ലോ എന്നാ. അപ്പോൾ നിങ്ങൾക്കായാലും ചെയ്യാവുന്ന കാര്യമുള്ളൂ,
റോസാപ്പൂവ് അധികം ചില വീടുകളിലൊക്കെ നിറച്ച് നിൽക്കണുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഇതൾ കൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണക്കിയിട്ട് അത് പൊടിക്കാൻ നിൽക്കണ്ട. ആ ഉണങ്ങിയ പെറ്റൽസ് നേരെ ചായപ്പൊടിയുടെ കുപ്പിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞ കഷ്ണം, ഒരു കുഞ്ഞൊരു ഇതൾ ഈ ചായപ്പൊടിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മണം. കൂടുതൽ ഇടരുത് കേട്ടോ, ഒരു കൊച്ച ഇതള ഇടാവും കേട്ടോ. അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഈ ഗുലാബിന്ന് പറഞ്ഞിട്ട് എസൻസ് കിട്ടും, പക്ഷെ അതല്ല, ഇത് ഒറിജിനൽ ആകുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഉണക്കി പൊടിച്ച് വെക്കണ സുഖം ഇത്തിരി കൂടുതലാണ്. ആദ്യമൊക്കെ നിന്നതായിരുന്നു, ഇപ്പോൾ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മെഡിസിൻസൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ഫുൾ ഡേ പ്രഷർ നോക്കിയിട്ടില്ല, ഇന്നലെയും നോക്കിയിട്ടില്ല. ഈ പെരുന്നാൾക്കൊക്കെ പോയി വന്ന് അങ്ങനെയൊക്കെ എടുക്കല്ലേ ചെയ്തേ. അപ്പം ഞാൻ വിചാരിച്ചു പ്രഷറൊക്കെ നോക്കിയിട്ടാവാം. കാരണം ഇടയ്ക്ക് നമ്മളതൊന്നും നോക്കിയില്ലെങ്കിൽ നമ്മൾ 2 ആഴ്ച അറിയാലോ, 1 മാസം മുമ്പ് ഒന്ന് പേടിപ്പിച്ചതാണ്. അപ്പം നമ്മൾ എപ്പോഴും 2 നേരം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിന്നൊന്ന് നോക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ആൻറ്റിയുടെ അടുത്ത് പോയി വന്നു കഴിഞ്ഞപ്പോൾ ആൻറ്റിയും ഈ പറഞ്ഞ പോലെ ഓർക്കാപ്പുറത്തുള്ള ഒരു പോക്കാണ് പോയത്. അങ്ങനെ കണ്ടപ്പോഴാണ് ഡോൺ പറഞ്ഞു നമുക്ക് അക്കീനെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവനെന്തോ ഒരു പേടിയായിട്ട് അക്കീൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ആർക്ക് എപ്പോഴാണെന്നൊന്നും അറിയില്ല. പേടിക്കാൻ എന്തെന്നാ പറയുക, ഒന്നും വേണ്ട. ഇപ്പം നോക്കുമ്പോൾ ഉള്ളൊരു പിറ്റേ ദിവസം കാണുന്നില്ല. അതാണ് അവസ്ഥ. നമ്മളിങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പ്രഷർ നോക്കാമെന്ന് വെച്ചു. കാരണം എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഷർ ഈ എന്താ പറയുക കൂടിയും കുറഞ്ഞ് നിൽക്കണ കാരണം അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും എനിക്കില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വല്ലാണ്ട് കൂടുതലൊന്നുമില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഡാഡി പറഞ്ഞു എന്നാൽ ഡാഡിയും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡിയും നോക്കി. അപ്പോൾ എനിക്ക് ഓൾറെഡി പ്രഷറിൻ്റെ ഗുളിക ഉണ്ട് കേട്ടോ, സ്ഥിരം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡാഡിക്കും ഉണ്ട്. ഡാഡിക്ക് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. ചില സമയത്ത് ഈ ഡാഡി അച്ചാർ നല്ലോണം കൂട്ടും ചില ദിവസങ്ങളിൽ. മൂപ്പർക്ക് അച്ചാർ നിർബന്ധമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മളത് വ്യത്യാസം കാണാം കേട്ടോ. എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഡിംപിൾ ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെയും വിചാരിച്ചു അയക്കണം. അപ്പോൾ എനിക്ക് പേഴ്സണലി കണ്ടമാനം പേര് മെസ്സേജ് ചെയ്തു കേട്ടോ, അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് ഡേ, അതായത് ഇന്നലെ ആ ബ്ലൂ ഗൗണും മറ്റേ കുകുന്തയിൽ തയ്ച്ച ഗൗണും, അത് ഫിഷ് കട്ടിൻ്റെ മുകളിലൊരു സ്കേർട്ടാണ് കേട്ടോ. 2 പീസാണ് അത്, ശരിക്കും കാണുമ്പോൾ ഒറ്റ പീസാണ്. അതായിരുന്നു അവന് കോട്ടും. ഇത് ഇന്നലത്തെ തന്നെ ബാച്ചിലർ പാർട്ടിയുടെ ഡ്രസ്സാണ് കേട്ടോ. ഇവരുടെ 2 പേരുടെയും ഇങ്ങനെയായിരുന്നു അവരുടെ മറ്റേ ഡ്രസ്സ്. അത് കഴിഞ്ഞ് ഇവൻ അവിടെ ഇപ്പോൾ നമ്മുടെ അമലിൻ്റെ ബ്രദറാണ്, അവൻ്റെ കൂടെയുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ ഡിംപിൾ പറയായിരുന്നു ചേട്ടന്മാരും ഇതിപ്പോൾ മാത്തനാണ് കേട്ടോ, ഇവരൊക്കെ ഉള്ള കാരണം മമ്മി എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല നോക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ഡിംപിളുടെ വീഡിയോയിൽ പപ്പയും ആഷിയാണ് ഫുൾ ടൈം അവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പണി. അപ്പോൾ അവൾ പറയായിരുന്നു ഇവിടെ ആകുമ്പോൾ എനിക്ക് പ്രശ്നമില്ല, എല്ലാവരും ഉണ്ട് അവനെ കൊണ്ട് നടക്കായിരുന്നു. അപ്പോൾ ഇത് ഇന്നത്തെ ഹൽദിയുടെയാണ്, അതാണ് ഈ യെല്ലോ വന്നേക്കുന്നത്. പപ്പയും മോനും പുറപ്പെട്ടു. അപ്പോൾ ഹൽദിയുടെ ഡ്രസ്സാണ്, മഞ്ഞ ജുബ്. ഇതൊക്കെ നമ്മളുടെ പിങ്കിലാണ് തയ്ച്ചത് കേട്ടോ. നമ്മളുടെ ഇവിടെ തൊട്ടടുത്തുള്ള പിങ്ക് ഉണ്ടല്ലോ, പിങ്കിലാണ് തയ്ച്ചത്. പിങ്കിലും ഷാഡോസിലായിട്ടാണ് എല്ലാതും തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ ഡിംപിളിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു യെല്ലോ ഫ്രോക്കായിരുന്നു. അപ്പോൾ ഇതാണ് യെല്ലോ ആണ്, ഫുൾ നെറ്റും അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനും ലൈനിങ് ഉള്ളിൽ ഇന്നർ തയ്ക്കുക ചെയ്ത്, അത് ഷാഡോസാണ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെ ഇതിപ്പോൾ രാത്രിയിലത്തെ മധുരം വെപ്പാണ്. മധുരം വെപ്പിന് ഇവർ സെറ്റ് കൊണ്ടും അങ്ങനെയുള്ള ഡ്രസ്സായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഫോട്ടോ വീഡിയോ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടതാണ്. അപ്പോൾ ഇതാണ് അവരുടെ പപ്പയുടെ വീട്ടുകാരാണ്, ലവ്യയും നിഷ ചേച്ചിയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അവിടെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വേഗം അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടേക്ക് ഇങ്ങോട്ട് കടന്നപ്പോഴാണ് നമ്മുടെ സൈക്കിള് മുന്നിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഡോണിനോട് ചോദിച്ചു ഈ സൈക്കിൾ എന്താ ചെയ്യണ്ടേ, മറ്റേതൊക്കെ മുകളിലേക്ക് കൊണ്ടുപോയി, കാറും ബോർഡും കൊണ്ടുപോയി. അപ്പോൾ ഞാൻ സൈക്കിൾ എന്താ ചെയ്യേണ്ടത് വെച്ച് പോകാൻ പറഞ്ഞു, ഇവിടെ താഴെ ഇരുന്നോട്ടെ കുട്ടി കളിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇത് നെസ്റ്റോ എന്ന് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞില്ലേ 6999, പക്ഷേ ഓഫർ റേറ്റിലാണ് കിട്ടിയേക്കണത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നാളെ അവൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനറിയാമല്ലോ രാവിലെ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക, പിന്നെ നേരെ മറ്റേ ഡേ കെയറിലേക്ക് പോവുക ചെയ്യുക. ആ ഇറങ്ങണ നേരത്തെ എങ്ങാനും ഇത് കണ്ടിട്ട് ഇനി പോണില്ല ഇതുമ്മ കളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ റൂമിലേക്ക് എടുത്ത് വയ്ക്കാം,
കുട്ടി വന്നതിന് ശേഷം കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ തള്ളി റൂമിലേക്ക് ആക്കി വെച്ചതാണ്. അപ്പോൾ ഇവിടേക്ക് ഇപ്പുറത്തേക്ക് വെച്ചില്ല, കാരണം ഏതെങ്കിലും കാരണവശാൽ ഡാഡി ഈ റൂമിലാവും വല്ല ഡ്രസ്സ് മാറാനൊക്കെ വരും. അപ്പോൾ അവൻ ഓടി വരുന്ന ഇത് കണ്ടിട്ട് ഞാൻ അതുമൊന്നും ഒരു പ്രശ്നം വേണ്ട വെച്ചിട്ട് ഞാൻ ഡിമ്പിളുടെ റൂമിൽ തന്നെ വെച്ചു. അപ്പോൾ ഡിമ്പിളുടെ റൂമിൽ വെച്ചപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഫുൾ പച്ച, ആകെ ആ റൂമിന് എന്ത് വരുമ്പോഴും പച്ചയായിട്ടാണ് വരണത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ അങ്ങോട്ട് പരിപാടികൾ ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ബാനർ കളിയാക്കിയിട്ട് ഡോൺ പറഞ്ഞു അത് അയക്കണ്ട, കാരണം അടുത്ത ആഴ്ച മമ്മിയുടെ ബർത്ത്ഡേ ഉള്ളതല്ല, ആ ഹാപ്പി ബർത്ത്ഡേ അവിടെ കിടക്കട്ടെ, 3 മാറ്റിയിട്ട് എന്താ വെച്ചാൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു നല്ല കാര്യമല്ലേ, മുന്നോടിയായിട്ട് കാണില്ല, അപ്പോൾ നമുക്ക് എന്താ പറയുക പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക, അടുത്ത ആഴ്ച വരെ ആ ബാനർ അവിടെ കിടക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഞാൻ മെഴുകുതിരി കത്തിച്ച് പോയാലും നമ്മുടെ ചാക്കോച്ചൻ അവിടെ വന്ന് കിടക്കുമ്പോൾ ഫാൻ ഇടുമ്പോൾ ഇത് കെട്ടുപോകും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 മെഴുകുതിരിയായി അവിടെ പകുതി ഇങ്ങനെ കുഞ്ഞി പീസായിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വോയിസ് ഓവർ കൊടുത്ത് വരുമ്പോഴേക്കും അത് കത്തിക്കഴിഞ്ഞോട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ചിങ്ങനെ തെറിച്ചുണ്ട് ഇത്, കാരണം ഇത് ഓവർഫ്ലോ ആയിട്ടുണ്ടായിരുന്നു നിറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഡോണോ ഡാഡിയോ കൂടെ അത് ക്ലീൻ ചെയ്തതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുമ്മത്തെ ഇതൊക്കെ അത് നമുക്ക് എടുക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, ഫുൾ യാത്രകളായിരുന്നു. എനിക്ക് എപ്പോഴും യാത്ര തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ.